ഹായ് ഓൾ. ഇന്നിപ്പോൾ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം തുടങ്ങിയിട്ടുണ്ടാകും. ഒരുപാട് കുട്ടികൾക്ക് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എത്രയാണ് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും. ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ ഒന്നുമല്ല. നമുക്ക് ഇതിൻ്റെ പാസ്റ്റ് എക്സാംസിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളതൊന്ന് പരിശോധിക്കാം. കൂടാതെ ഞങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ടാഗ് ചെയ്യാം. നിങ്ങളെല്ലാവരും അത് കാണണം. ആദ്യം നമുക്ക് പാസ്റ്റ് പ്രിലിംസ് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മെയിൻസ് എക്സാമിനെ കുറിച്ചും പറഞ്ഞു തരാം. നമുക്ക് തുടങ്ങാം. നമ്മൾക്ക് ഇത്തവണത്തെ സിലബസ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. കഴിഞ്ഞ വർഷം നടന്നിരുന്നത് കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ടായിരുന്നു ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിംസ് എക്സാം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഒരു സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. ഇതേപോലെ പണ്ടും സെപ്പറേറ്റ് എക്സാം ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പ്രിലിംസിന് വേണ്ടി നടന്നിട്ടുണ്ട്. അതിൽ എക്സാമിൻ്റെ സിലബസിൻ്റെ സൈഡിൽ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ജനറൽ സബ്ജക്ട്സിൻ്റെ പാർട്ടിലാണ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്. ഈവൻ ദെൻ പണ്ടത്തെ സിലബസിൻ്റെ ജനറൽ സബ്ജക്ട്സ് ഏരിയയിൽ ഇപ്പോഴത്തെ ജനറൽ സബ്ജക്ട്സ് ഏരിയയിലും ഒരുപാട് ഓവർലാപ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം കുറച്ച് പോർഷൻസ് പ്രിലിംസിൽ മാറിയിട്ടുണ്ട് എന്നും പറഞ്ഞ് കട്ട് ഓഫിൽ വലിയ വേരിയേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ പാസ്റ്റ് എക്സാംസിൻ്റെ കട്ട് ഓഫ്സിലേക്ക് വരികയാണെങ്കിൽ 2012 നടന്ന എക്സാമിന് ഡയറക്റ്റിൻ്റെ കട്ട് ഓഫ് 40.37 മാർക്സ് ആയിരുന്നു 100 മാർക്കിൽ. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓൺലൈൻ അവൈലബിൾ ആണ്. 2015 നടന്ന എക്സാംസ് നോക്കുകയാണെങ്കിൽ ബൈ ട്രാൻസ്ഫർ വേക്കൻസീസിൽ ആരൊക്കെയാണോ പ്രിലിമിനറി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരൊക്കെ ഓട്ടോമാറ്റിക്കലി മെയിൻസിന് എലിജിബിൾ ആയിട്ടുണ്ട്. ഒരുപാട് പേരൊന്നും അറ്റൻഡ് ചെയ്യുന്നുള്ള ഒരു എക്സാം ആയിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ബൈ ട്രാൻസ്ഫറുകാർ ഒന്നുകൊണ്ട് പേടിക്കുക വേണ്ട. നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പറേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡയറക്റ്റിലേക്ക് വരുമ്പോഴാണ് നമുക്കറിയാം 2015 നടന്ന എക്സാമിൻ്റെ പ്രിലിമിനറി കട്ട് ഓഫ് അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾ പാസ്റ്റ് എക്സാംസ് പരിശോധിച്ചാൽ നമുക്ക് കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ യൂഷ്വലി ഈഴവ കട്ട് ഓഫിൻ്റെ തൊട്ടടുത്തായിരിക്കും ഡയറക്റ്റ് കട്ട് ഓഫ് ഉണ്ടാവുക. 2015 നമ്മൾ നോക്കിയാൽ ഈഴവ കട്ട് ഓഫ് 40.67 മാർക്സ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ഇൻഫർ ചെയ്യാമെന്ന് വെച്ചാൽ ഡയറക്റ്റിൻ്റെ കട്ട് ഓഫ് ഇതിനോട് അടുത്തിരിക്കുന്ന ഒരു മാർക്ക് ആയിരുന്നിരിക്കണം. അതുകൊണ്ട് ഒരു സേഫർ സൈഡിലേക്ക് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ 2015 45 മാർക്കിന് മേലെ വരാൻ സാധ്യതയില്ല പ്രിലിമിനറിയുടെ കട്ട് ഓഫ്. 45 എന്ന് പറഞ്ഞാൽ കുറച്ച് ഞങ്ങൾ സ്ട്രെച്ച് ചെയ്ത് പറയുന്നതാണ്, പക്ഷെ അത്രയും വരാൻ സാധ്യതയില്ല. 2012 40.37 ആയിരുന്നു അല്ലേ. അപ്പം ഈ വർഷത്തെ എക്സാമിലും ഒരു ഹ്യൂജ് കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം നന്നായിട്ട് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് രീതിയിലെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 40 മാർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് മെയിൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഒരു ഹ്യൂജ് കട്ട് ഓഫ് എന്തായാലും ഈ എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. സാധാരണ കോമൺ ഡിഗ്രി പ്രിലിംസിന് വരുന്ന അത്രയും കട്ട് ഓഫ് ഒന്നും ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാമിന് ഉണ്ടായില്ല. ഈ പറഞ്ഞ പോലെ ബൈ ട്രാൻസ്ഫർക്കാരൊക്കെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ബാക്കി ഡയറക്റ്റ് എക്സാം എഴുതിയ കുട്ടികൾക്ക് ഇതായിരിക്കും ഒരു ജനറൽ കട്ട് ഓഫ് റേഞ്ച് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മെയിൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ 3 പേപ്പേഴ്സാണുള്ളത്. പേപ്പർ 1നും പേപ്പർ 2നും പേപ്പർ 3നും സെപ്പറേറ്റ് മിനിമം പാസ് മാർക്കുണ്ട്. വളരെ ശ്രദ്ധിച്ചോളുക. പേപ്പർ 1ന് 150-ൽ 40% മാർക്ക്, അതായത് 60 മാർക്കാണ് വേണ്ടത്. പേപ്പർ 2നും ഇതേപോലെ 40%, അതായത് 150-ൽ 60 മാർക്കാണ് മിനിമം വേണ്ടത്. പേപ്പർ 3യിലേക്ക് വരുമ്പോൾ മാത്സ് പേപ്പറാണ്. അതിൻ്റെ കട്ട് ഓഫ് പെർസെൻറ്റേജ് 50%, അതായത് 200-ൽ നിങ്ങൾക്ക് 100 മാർക്ക് നേടിയേ പറ്റുള്ളൂ. കട്ട് ഓഫിൽ കുറച്ച് ലീനിയൻസി ഉള്ളത് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കാണ്. അവർക്ക് കട്ട് ഓഫിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. ഇത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, നിങ്ങൾക്കറിയാലോ. ഓരോ പേപ്പറിന് 3 മണിക്കൂറിൻ്റെ പേപ്പർ ആയിരിക്കും.
അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യേണ്ടത്. നല്ലതുപോലെ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത് എഴുത്ത് പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾ തിയറി മാത്രം പഠിച്ചുകൊണ്ടേ ഇരിക്കരുത്. അത് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് റൈറ്റിംഗ് പ്രാക്ടീസാണ് വേണ്ടുന്നത്. അപ്പോൾ ആദ്യം മുതലേ അത് മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ KA സോൺ ഒരു ഫ്രീ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നുണ്ട്. KA സോണിൻ്റെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം? നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അതായത് ക്വാളിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ എത്രയാണോ നിങ്ങളുടെ സെപ്പറേറ്റ് കട്ട് ഓഫ് പറഞ്ഞിട്ടുള്ളത് ഓരോ പേപ്പറിനും, ആ മിനിമം ക്വാളിഫൈയിങ് മാർക്സ് മേടിച്ചാൽ നിങ്ങൾക്ക് ജോലി നേടുക എന്നുള്ളത് വളരെ ഈസി ആയിരിക്കും. ഞാൻ പറഞ്ഞു, നേരത്തെ ഞങ്ങളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ പ്രത്യേകം പരിശോധിച്ച ഒരു കാര്യമാണ്, എത്ര വേക്കൻസിയാണോ അനൗൺസ് ചെയ്യുന്നത് അത്രയും അപ്പോയിൻമെൻറ്റ്സ് അല്ല നടന്നിരിക്കുന്നത്. നമ്മൾ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ആരൊക്കെ ഈ സെപ്പറേറ്റ് ക്വാളിഫൈയിങ് മാർക്സ് കിട്ടി കടന്നിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങളൊന്നും ഗ്യാരണ്ടി പറയുന്നതല്ല, ഈ ഇതുവരെയുള്ള ഹിസ്റ്ററി പരിശോധിക്കുന്നതിൻ്റെ ബേസിസിൽ പറയുന്നതാണ്. നിങ്ങളുടെ ഫോക്കസ് ഈ എക്സാം മിനിമം ക്വാളിഫൈയിങ് മാർക്സ് പാസ്സാവുക എന്നുള്ളതായിരിക്കണം. എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. 2 കാൻഡിഡേറ്റ്സിൻ്റെ എക്സാമ്പിൾ സഹിതം ഞങ്ങൾ കഴിഞ്ഞ ഒരു എക്സാമിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം കാൻഡിഡേറ്റ് 1-ന് പേപ്പർ 1-ന് 110 മാർക്കും കാൻഡിഡേറ്റ് 2-ന് 85 മാർക്കും, പേപ്പർ 2-ന് കാൻഡിഡേറ്റ് 1-ന് 75 മാർക്കും കാൻഡിഡേറ്റ് 2-ന് 72 മാർക്കും നോക്കിക്കഴിഞ്ഞാൽ 2 പേരും പേപ്പർ 1-ഉം പേപ്പർ 2-ഉം മിനിമം ക്വാളിഫൈയിങ് മാർക്സോടുകൂടി പാസ്സായിട്ടുണ്ട്. പക്ഷേ പേപ്പർ 3-ലേക്ക് വരുമ്പോൾ നോക്കൂ, കാൻഡിഡേറ്റ് 1-ന് 97 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. നമുക്കറിയാം പേപ്പർ 3-യുടെ മിനിമം ക്വാളിഫൈയിങ് മാർക്സ് എന്ന് പറഞ്ഞാൽ 100 മാർക്സാണ്. പക്ഷേ 97 മാർക്കേ ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ. രണ്ടാമത്തെ കുട്ടിക്ക് നോക്കൂ, മിനിമം ക്വാളിഫൈയിങ് മാർക്സ് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ മാർക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് 1-നാണ് കൂടുതൽ മാർക്സ് എങ്കിലും പേപ്പർ 3 ക്വാളിഫൈ ചെയ്യാത്തത് കൊണ്ട് ആ ആൾക്ക് ഫൈനൽ ലിസ്റ്റിലേക്ക് ഇടം ലഭിക്കില്ല. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ മിനിമം ക്വാളിഫൈയിങ് മാർക്സ് കിട്ടുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതനുസരിച്ചിട്ട് വേണം പ്രിപ്പറേഷൻ എല്ലാം ചെയ്യേണ്ടത്. ഈ എക്സാമിന് വേണ്ടി കൂടുതൽ ഗൈഡൻസോ മറ്റോ വേണമെങ്കിൽ ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലും ഞങ്ങളുടെ ടെലിഗ്രാം ID-യിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. പ്രിലിംസിനും മെയിൻസിനും വേണ്ടി ഞങ്ങളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതൊരു പ്രീമിയം ക്ലോസ്ഡ് പ്രോഗ്രാം ആയിരുന്നു. ഇപ്പം ഞങ്ങൾ പുതിയ അഡ്മിഷൻസ് എടുക്കുന്നില്ല. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് എവറിബഡി. താങ്ക് യു.